കേരളം പല കാര്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒരുപക്ഷെ കേരളീയ സമൂഹത്തിൻ്റെ തന്നെ നവോത്ഥാനത്തിലൂടെ നമ്മൾ ആർജിച്ചിട്ടുള്ള ഒരു ബോധം, കുറച്ചുകൂടി അത്തരത്തിലൊരു സാമൂഹ്യ ബോധവും ഒക്കെ ഉള്ള മനുഷ്യർ തന്നെയാണ് കേരളത്തിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പല വികസന സൂചികകളിലും ലോകത്തിലെ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തും, ആരോഗ്യരംഗത്തെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അത് ലോക നിലവാരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ലോക നിലവാരത്തിലെത്തുന്ന സൂചികകളൊക്കെയാണ്. മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു 75 വർഷം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. നമ്മളുടെ ആവശ്യങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ട്. പക്ഷെ എപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലുള്ളത്, ഗാന്ധിജി പറഞ്ഞൊരു കാര്യം, സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ളൊരു മനുഷ്യന് ജീവിതം എങ്ങനെയാണ് അനുഭവിക്കാനാകുന്നത്, അല്ലെങ്കിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് അനുഭവിക്കാനാകുന്നതാകണം വികസനം എന്നുള്ള ഒരു കൺസെപ്റ്റ്. അത് നമ്മൾ എത്രമാത്രം എപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം തോന്നാറുണ്ട്. കാരണം നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും റോഡുകളുടെയും അതൊക്കെ ആവശ്യമല്ല എന്ന് ഞാൻ പറയല്ല. ഇപ്പോൾ ആശുപത്രികൾ, ഇതൊക്കെ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളേക്കാൾ ആശുപത്രികളൊക്കെ കുറച്ചുകൂടി നല്ല നിലവാരത്തിലുള്ളത് തന്നെയാണ്. ആശുപത്രികൾ എപ്പോഴും രോഗികൾക്ക് ആവശ്യം ഉള്ളതും കൊണ്ട് കൂടിയായതുകൊണ്ട് സർക്കാർ ആശുപത്രികളുടെയൊക്കെ വികസനം ആ രീതിയിൽ തന്നെ നമ്മൾ എടുക്കുന്നു. പക്ഷേ വികസനത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുകയോ പിന്നീട് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റാതെ വരികയോ അങ്ങനെ ജീവിതം ബുദ്ധിമുട്ടിലാവുകയോ ചെയ്യുന്ന ആളുകളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.